ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിത്രവസ്ത്ര. ചിത്രവസ്ത്രയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഒരു കളർ വീൽ എങ്ങനെ വരയ്ക്കാം എന്ന്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി കളർ വീലിൻ്റെ ബേസിക്സ് തിയറി പോർഷൻ നോക്കി അല്ലേ? വി ഹാവ് ഓൾറെഡി ഗോൺ ത്രൂ ദ തിയറി പോർഷൻ ഓഫ് കളർ വീൽ. പക്ഷെ ഇപ്പം നമുക്ക് എന്ത് വേണം? പ്രാക്ടിക്കലി കളർ വീൽ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, ഇഫ് യു ഹാവ് എവർ സ്ട്രഗിൾ വിത്ത് പിക്കിംഗ് ദി റൈറ്റ് കളേഴ്സ് ഫോർ യുവർ ഡിസൈൻസ്, ദിസ് വീഡിയോ ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഔട്ട്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. First, let's look at the materials we need. We need a drawing book. Here I am using an A4 book with thick paper. ഞാനൊരു A4 ബുക്കാണ് യൂസ് ചെയ്യുന്നത്. 200 GSM ഉള്ള ഒരു ബുക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. And this thickness is very important. And check whether if it support watercolor also. എല്ലാ ബുക്സും എല്ലാ കളേഴ്സും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ആർട്ടിസ്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ചാർക്കോൾ ആർട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ബുക്ക് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് വാട്ടർ കളർ സപ്പോർട്ട് ചെയ്യുന്ന ബുക്കാണ്. പിന്നെ തിക്നെസ് ഇസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ 200 GSM തിക്നെസ് ഉണ്ട്. അപ്പോൾ 150 170 എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഇതില്ല, തിക്നെസ് കുറവാണ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാലേ, നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ പേപ്പർ എന്താവും, ഈ വാട്ടർ ഈ നമ്മൾ എടുക്കുമ്പോൾ വാട്ടർ കുറച്ച് കൂടിപ്പോയി എന്ന് വിചാരിക്കും. അങ്ങനെ ആണെങ്കിൽ ഇതിങ്ങനെ പേപ്പർ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ അടർന്ന് വരും. അപ്പോൾ അതൊരു മെസ്സി ആവും. സോ എന്ത് ചെയ്യണം? നിങ്ങളെപ്പോഴും ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ടെസ്റ്റ് എ സ്മോൾ കോർണർ ഫസ്റ്റ് ടു എൻഷുർ ഇറ്റ് ഡസൻറ്റ് ബക്കിൾ ഓർ ബ്ലീഡ് വെൻ യൂസിങ് വാട്ടർ കളർ. ഓക്കെ, ഒരു ചെറിയ കോർണറിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം, അതിങ്ങനെ ബ്ലീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ദെൻ വി നീഡ് ആ പ്രൈമറി കളേഴ്സ്. ഇന്നലെ ഞാൻ പറഞ്ഞു ഏതൊക്കെ എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ക്രിംസൺ റെഡ്, മീഡിയം യെല്ലോ, സ്റ്റാലോ ബ്ലൂ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ വി നീഡ് എ കോമ്പസ്, എ പെൻസിൽ, ബ്രഷസ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ്, ഗ്ലാസ് ഫിൽഡ് വിത്ത് വാട്ടർ ടു ക്ലീൻ ആ ബ്രഷസ്. അതുപോലെ വാട്ടർ കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് വാട്ടർ. പിന്നെ വി നീഡ് എ റൂളർ ആൻഡ് കളർ പാലറ്റ് ടു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽസ്. നമ്മുടെ കയ്യിൽ വേണ്ട ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. സോ ഫസ്റ്റ് വി നീഡ് ടു ഡ്രോ എ സർക്കിൾ. നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു പേജ് കംപ്ലീറ്റ് ഫില്ലാവുന്ന രീതിയിലുള്ള ഒരു സർക്കിളാണ് വരയ്ക്കാൻ പോകുന്നത്. കുറച്ച് വലിയ കളർ വീൽ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പം നിങ്ങൾ ആ ബുക്ക് സൈസ് അനുസരിച്ചിട്ടൊക്കെ അത് സെലക്ട് ചെയ്യുക കേട്ടോ, എത്ര സൈസ് വേണം എന്നുള്ളതെല്ലാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഹിയർ ഐ ഹാവ് ഡ്രോൺ എ സർക്കിൾ. ഇതിനെ ഞാൻ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഐ എം ഗോയിങ് ടു ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ. റൈറ്റ്, ഒരു വലിയൊരു ഡയമീറ്റർ എന്ന് പറയാമല്ലോ അല്ലേ. ഐ എം ഡ്രോയിങ് എ സ്ട്രെയിറ്റ് ലൈൻ ഹൊറിസോണ്ടലി ത്രൂ ദ സെൻറ്റർ. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ഈക്വൽ ഹാഫായിട്ട് നമുക്കിത് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു സർക്കിളിനെ എന്ത് ചെയ്യണം? ഈ ഒരു സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്കതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ നെക്സ്റ്റ് ഞാനിവിടെ ഒരു മാർക്ക് ചെയ്യാൻ കേട്ടോ. ജസ്റ്റ് ഒരു അതുപോലെ തന്നെ ഇവിടെയും മാർക്ക് ചെയ്യണേ. ഐ എം മാർക്കിംഗ് ഹിയർ ടു. നൗ ഇത് രണ്ടും ജോയിൻ ചെയ്യുക. ജോയിൻ ദീസ് 2 points.
ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ജോയിൻ ചെയ്തു. നെക്സ്റ്റ് തിങ് നമുക്കിത് ഈക്വലി ഡിവൈഡ് ചെയ്യണം അല്ലേ? അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു മെഷർമെൻ്റ് എടുക്കുക. ഓക്കെ, ദെൻ മാർക്ക് ഹിയർ, ചെക്ക് ദ റേഡിയസ്, മാർക്ക് ഹിയർ, ആൻഡ് ഫ്രം ദിസ് പോയിന്റ് ടു ഇവിടുന്ന് എടുക്കുക, എന്തിക്കുക ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ മാർക്ക് ഹിയർ. Now erase it. ഇതെല്ലാം എക്സ്ട്രാ ഉള്ള സംഭവങ്ങളെല്ലാം ഇറേസ് ചെയ്യുക കേട്ടോ. Sorry guys, this is my color palette and I know that it is very messy. It's not so clean. കാരണം ഞാനിത് ഒരുപാട് കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാലറ്റാണ്. അപ്പോൾ അതിങ്ങനെയൊക്കെ ആയിപ്പോയി. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് our കളേഴ്സ്. പ്രൈമറി കളേഴ്സ് നമുക്ക് എടുക്കാം. ഞാൻ കളർ വീല് ഇത് ചെയ്ത സമയത്ത്, ജസ്റ്റ് ഇതിൻ്റെ തിയറി പറഞ്ഞ സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു what to give our primary colors, what to give our secondary colors and all. Those who didn't see my theory video, just go and watch it. Okay, അപ്പോൾ ഇവിടെ ഞാൻ പറയുകയാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് നമ്മൾ എവിടേക്കാണ് പ്രൈമറി കളേഴ്സ്. ഇപ്പോൾ ഞാൻ ഇവിടെ റെഡ് പ്രൈമറി കളർ, ദിസ് ഈസ് എ പ്രൈമറി കളർ, പി പ്രൈമറി കളറാണ്, അത് റെഡ് ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ റെഡ് പ്രൈമറി കളർ കഴിഞ്ഞിട്ട് 3 സ്പേസ് വിടുക. റെഡ് കഴിഞ്ഞ് ഇവിടെ എന്ത് കൊടുക്കാം? യെല്ലോ. ഓക്കെ, അപ്പോൾ റെഡ് യെല്ലോ ഇറ്റ് ഈസ് എ പ്രൈമറി കളർ. ഓക്കെ, then leave 3 spaces, 1 2 3. Here give blue. ഓക്കെ, ഇപ്പോൾ പ്രൈമറി കളേഴ്സ് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് റെഡ് ചെയ്യാം. ഹിയർ ഐ ആം യൂസിങ് ദിസ് ബ്രഷ്, ക്യാമലിൻ്റെ നമ്പർ 6 ബ്രഷാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ബ്രഷസ് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ ബെറ്റർ ടേക്ക് ഇങ്ങനെ കുറച്ച് എന്താ പറയുക, വലിയ സൈസിനേക്കാളും ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സോ ഐ എം ടേക്കിംഗ് ദിസ് ബ്രഷ്, ക്യാമൽ 6. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതിലും ഡാർക്ക് ആക്കണമെങ്കിൽ അതിൻ്റെ മേലെ വീണ്ടും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ വെക്കുകയാണ്. സോ യാ, പ്രൈമറി കളർ റെഡ്. ഒരു സാധനം കൂടെ നമുക്ക് വേണം, ഒരു വേസ്റ്റ് ക്ലോത്ത്. വി നീഡ് എ വേസ്റ്റ് ക്ലോത്ത് ടു. ഓക്കെ, നമ്മുടെ ബ്രഷ് ക്ലീൻ ചെയ്തിട്ട് അത് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഗോയിങ് ടു ടേക്ക് യെല്ലോ. അപ്പോൾ റെഡിൻ്റെ ഒരു കുറച്ച് അതുപോലും യെല്ലോയിൽ കലരരുത്. ഓക്കെ,
So we have to clean our brush properly because we are going to take yellow. Okay. Okay, അപ്പോൾ നമ്മുടെ yellow is ready. Now clean your brush properly. Brush clean ചെയ്യുക and take blue. ബ്ലൂ ഓൾറെഡി ഇതിൽ കുറച്ചൊരു വാട്ടറി ആണ്, ഈ പെയിന്റ് തന്നെ കുറച്ച് വാട്ടറി ഇട്ട് പോലെ തോന്നുന്നുണ്ട്. സോ കുറേ വെള്ളം എടുക്കണ്ട എന്നാണ്. പിന്നെ ബ്ലൂവിൽ സ്ട്രോക്സ് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കളറാണ് ബ്ലൂ. കളർ വീലിൽ ഞാൻ എപ്പോൾ ചെയ്യുമ്പോഴും അതിൽ സ്ട്രോക്സ് വരാറുണ്ടായിരുന്നു. 10 വീൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇത് ചെയ്തപ്പോൾ 10 കളർ വീലാണ് ഞാൻ ചെയ്തത് ടോട്ടലി. എന്നാൽ തന്നെ എനിക്ക് ഇപ്പോഴും ഒരു തെറ്റ് പറ്റുന്ന പോലെ തോന്നാറുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് കളർ വീൽ കേട്ടോ. സോ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കുറച്ച് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. ചില സ്ഥലത്ത് ഇങ്ങനെയൊക്കെ കാണണമെങ്കിൽ ഒന്നങ്ങനെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക, റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ അത്ര സ്ട്രോക്സ് ഒന്നും ഇല്ലാതെ നമുക്ക് എന്താവും, ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ പ്രൈമറി കളേഴ്സ് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം, സെക്കൻഡറി കളേഴ്സ് നോക്കാം. അപ്പോൾ സെക്കൻഡറി കളേഴ്സ് എവിടെയാണ്? സോ നൗ വി ആർ ഗോയിങ് ടു പെയിൻറ്റ് സെക്കൻഡറി കളേഴ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ പ്രൈമറി കളേഴ്സ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻ ബിറ്റ്വീൻ വി ഹാവ് ടു ലീവ് 3 സ്പേസസ്, റൈറ്റ്? സോ ഈ 3 സ്പേസസിൻ്റെ മിഡിൽ സ്പേസിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സെക്കൻഡറി കളേഴ്സ് ചെയ്യാൻ. സോ ജസ്റ്റ് റൈറ്റ് ഹിയർ സെക്കൻഡറി കളർ. അപ്പം ഇവിടെയാണ്, ഇപ്പം യെല്ലോൻ്റെയും ബ്ലൂവിൻ്റെയും നടുവിലായിട്ട് ഇവിടെ സെക്കൻഡറി. അപ്പം ഇതിൽ ഇവിടെ സെക്കൻഡറി. ഓക്കെ, അപ്പോൾ നമുക്കിനി സെക്കൻഡറി കളർ ചെയ്യാം. സോ വിച്ച് ആർ ദ സെക്കൻഡറി കളേഴ്സ് ഏതൊക്കെയാണ്? റെഡും പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്ത് കിട്ടുന്നതാണ് സെക്കൻഡറി കളേഴ്സ്, അതറിയാലോ അല്ലേ? അപ്പോൾ റെഡും യെല്ലോയും മിക്സ് ചെയ്താൽ ഏതാ കിട്ടുക? യെസ്, ഓറഞ്ച് അല്ലേ കിട്ടുക. അപ്പോൾ അത് നമുക്ക് എവിടെ വരയ്ക്കാം? ഇവിടെ ചെയ്യാം. പിന്നെ യെല്ലോയും ബ്ലൂവും മിക്സ് ചെയ്താൽ ഗ്രീൻ, പിന്നെ റെഡും ബ്ലൂ മിക്സ് ചെയ്താൽ വയലറ്റ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഡു ഇറ്റ്. ഫസ്റ്റ് ഞാൻ ഓറഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റി റെഡും ഈക്വലി യെല്ലോയും മിക്സ് ചെയ്യാം. ടിപ്പ് വെച്ചിട്ട്
ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് പോവുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഏതാണ്? ഗ്രീൻ. അപ്പോൾ യെല്ലോയും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് ഗ്രീൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗ്രീൻ റെഡി. ഇനി നെക്സ്റ്റ് വയലറ്റ്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ളൊരു കളർ കിട്ടി അല്ലേ? ഏകദേശം. ഓവർ നമ്മൾ പണിയാൻ പോയാൽ കൂടുതൽ പ്രശ്നങ്ങളാവും. നമ്മൾ എന്താക്കാം, ഏകദേശം കിട്ടിയെന്ന് കണ്ട് ഇതൊക്കെ കുറച്ച് സ്ട്രോക്സ് വരുന്ന കളറാണ്, ഗ്രീന്, വയലറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ക്ലീനായി കണ്ടാൽ നിർത്തുക. ഓക്കെ, നൗ നെക്സ്റ്റ് നമുക്ക് എന്താണ്, നമ്മൾ പ്രൈമറി കളർ. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എപ്പോഴും ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. റെഡ് 3 സ്പേസ് ഇട്ടിട്ട് യെല്ലോ 3 സ്പേസ് വിട്ടിട്ട് ബ്ലൂ. അങ്ങനെ ഈ റെഡിൻ്റെ യെല്ലോൻ്റെ നടുവിലായി, ഇതിൻ്റെ 3 സ്പേസിൻ്റെ നടുവിലായിട്ട് ഓറഞ്ച് കൊടുത്തു. പിന്നെ യെല്ലോൻ്റെയും ബ്ലൂവിൻ്റെ നടുവിലായിട്ട് ഗ്രീൻ കൊടുത്തു. റെഡിൻ്റെയും ബ്ലൂവിൻ്റെ നടുവിലായിട്ട് വയലറ്റും കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടേർഷ്യറി കളേഴ്സിലോട്ട് കിടക്കാം. അപ്പോൾ ടേർഷ്യറി കളേഴ്സ് എങ്ങനെ ഉണ്ടാക്കും? റെഡും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്താൽ റെഡ് ഓറഞ്ച്. ഓക്കെ, അപ്പോൾ പ്രൈമറിയും സെക്കൻഡറി കളേഴ്സും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ടേർഷ്യറി കളേഴ്സ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ആക്കി വെച്ച കളേഴ്സ് അവിടെ നിന്നോട്ടേ എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അവിടെ ഒരു റെഡ് ഓറഞ്ച് കിട്ടി അല്ലേ? അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ റെഡ് ആക്കണം എന്ന് തോന്നില്ല ഇങ്ങനെ കാണുമ്പോൾ. നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ, അവിടെ നിൽക്കട്ടെ. നമുക്ക് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതവിടെ വെക്കുക. കുറച്ചുകൂടെ കറക്ഷൻ വേണം തോന്നുകയാണെങ്കിൽ അതിൻ്റെ മേലെ ചെയ്യാം. ഓക്കെ, നമുക്ക് ഓറഞ്ചും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള യെല്ലോ ഓറഞ്ച് ചെയ്യാം. ടേർഷ്യറി കളർ നമ്മൾ റെഡ് ഓറഞ്ച് ചെയ്തു.
മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. ഓക്കെ, കുറച്ച് എന്നാലും അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഏകദേശം ഒരു ഇത് കിട്ടണം. ഓക്കെ, സ്ട്രോക്സ് ഒന്നും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ വീല് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ലാസ്റ്റ് ഒന്ന് നമുക്ക് എവിടെയെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് റെഡിയാക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഗ്രീനും യെല്ലോയും ചെയ്യാം. ചെയ്യുമ്പോഴാണ് ഓരോന്നിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. കാണുമ്പോൾ സിമ്പിളായിട്ടൊക്കെ തോന്നും, പക്ഷെ ചെയ്ത് വരുമ്പോൾ അയ്യോ കുറേ സ്ട്രോക്സ് വരും, കളറ് മര്യാദയ്ക്ക് കിട്ടൂല, അല്ലെങ്കിൽ പച്ച കൂടുതൽ നിൽക്കും, അല്ലെങ്കിൽ മഞ്ഞ കൂടുതൽ നിൽക്കും, ഓരോന്നായിട്ട് വരും. പക്ഷെ ഏകദേശം നമുക്കൊരിത് കിട്ടിയല്ലോ അല്ലേ ഇപ്പം? യെസ്. ഇനി നമുക്ക് ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ചെയ്യാം. ബ്ലൂയിഷ് ഗ്രീൻ. യെസ്, നമുക്ക് ബ്ലൂയിഷ് ഗ്രീൻ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ബ്ലൂവും വയലറ്റും മിക്സ് ചെയ്യാം. വയലറ്റ് ഇതിലേക്ക് നമുക്ക് ബ്ലൂ മിക്സ് ചെയ്യാം. ഈ ഒരു കളറാണ് കിട്ടുന്നത്. അപ്പം ബ്ലൂയിഷ് വയലറ്റ്. ബ്ലൂയിഷ് വയലറ്റ് അത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് റെഡും വയലറ്റും കൂടെ മിക്സ് ചെയ്യാം. നമ്മുടെ കളർ വീൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് അല്ലേ? നമുക്ക് റെഡ് കുറച്ചൊന്ന് ഡാർക്ക് ആക്കണമെങ്കിൽ അല്ലേ, കുറച്ച് ഡാർക്ക് ആക്കേണ്ടത് തോന്നുന്നുണ്ട്. നമുക്ക് റെഡ് ഡാർക്ക് ആക്കാം.
ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, നമുക്ക് എന്തെങ്കിലും കറക്ഷൻസൊക്കെ വേണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ചെയ്യാം. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഈ ബ്ലൂ കളർ കുറച്ച് ലൈറ്റായിട്ട് തോന്നുന്നുണ്ട്. അത് ലൈറ്റല്ല, ജസ്റ്റ് അതിൻ്റെ മേലെ കുറച്ചും കൂടെ നമ്മൾ നേരത്തെ റെഡ് ചെയ്തില്ലേ അതുപോലെ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് മേലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ എന്താവും, ഡാർക്കാവും. വേറെ ഒന്നുമല്ല, അത് ഉണങ്ങി വരുമ്പോൾ അടിയിലുള്ള പേപ്പറിൻ്റെ ഇതൊക്കെ നല്ലോണം കാണുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണതങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതല്ലേ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ആക്കേണ്ട ഒരു ഇതുപോലെ തോന്നിയില്ലേ. ഇങ്ങനെയാണ് നമുക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വർക്ക് കാണുമ്പോൾ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് തോന്നും. ഇത് ഫസ്റ്റ് ചെയ്യുമ്പോൾ അത്ര ഒന്നും മനസ്സിലാവില്ല, പക്ഷെ പിന്നെ ചെയ്യുമ്പം നമുക്ക് തോന്നും അത് ശരിയായില്ല, എന്തൊക്കെയോ കുഴപ്പമുണ്ട്, കുറച്ച് ഡാർക്ക് ആക്കണം അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് ആവണമായിരുന്നു. അപ്പം എനിക്കിത് കാണുമ്പോൾ പലതും തോന്നുന്നുണ്ട്. അപ്പം ഞാൻ എന്താക്കാണ്, അത് റെഡിയാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ചിലപ്പോൾ അത് ഒറ്റയടിക്കുന്ന പറ്റിയെന്നൊന്നും വരില്ല, നമ്മൾ കുറച്ചൊന്ന് ഇതാക്കേണ്ടി വരും. ഓക്കെ, എന്താക്കേണ്ടി വരും, ഫസ്റ്റ് ഒരു കോട്ട് കൊടുത്ത് പിന്നെ ഞാനിതിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഒറ്റയടിക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റ് കളറ് കാണുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് ലൈറ്റ് അടിക്കുമ്പോൾ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇനി പിന്നെ എനിക്ക് ഇങ്ങനെ പിക്ചറിൽ കാണുമ്പം ഈ ഓറഞ്ചും ഇത് യെല്ലോയിഷ് ഓറഞ്ചാണ്, ഇത് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു എന്താ പറയുക, രണ്ട് ഏകദേശം ഒരുപോലെ തോന്നണം. ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ക്യാമറയിൽ വീഡിയോയിലൊക്കെ അങ്ങനെ തോന്നുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഓറഞ്ചിൻ്റെ മേലെ കുറച്ചും കൂടെ ഈ ഓറഞ്ചിനെ ഡാർക്കാക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഡാർക്കാക്കുക മീൻസ് ആ ഓറഞ്ചിൻ്റെ ഇപ്പം ഞാൻ ബ്ലൂ എന്താ ചെയ്തത്, ഒരു കോട്ടും കൂടെ ബ്ലൂ അതിൻ്റെ മേലെ അടിച്ചു അല്ലേ, അതുപോലെ തന്നെ ഒരു കോട്ട് ഓറഞ്ച് ഞാൻ ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എനിക്കിത് കാണുമ്പോൾ എന്താണ് ഓറഞ്ചും ഈ യെല്ലോ ഓറഞ്ച് തമ്മിൽ വലിയൊരു ഡിഫറൻസ് തോന്നുന്നില്ല. ഇങ്ങനെ കളർ വീൽ എന്ന് പറയുമ്പോൾ ആ ഒരു കളർ ഇങ്ങനെ വരണം, ഇങ്ങനെ എന്താ പറയുക, ഒരു രസമായിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ ഇത് തമ്മിൽ എന്തോ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ. ഓക്കെ, അപ്പോൾ ഇപ്പോഴല്ലേ കുറച്ചും കൂടെ ഓറഞ്ചിനെയും യെല്ലോ ഓറഞ്ചിനെയും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ, കുറച്ചും കൂടെ ഒരു ഓറഞ്ചായി അല്ലേ. സീ ദ ഡിഫറൻസ്. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരിത് കിട്ടി അല്ലെ, യെല്ലോ ഓറഞ്ച് പിന്നെ നമുക്ക് ഒരു റെഡിഷ് ഓറഞ്ച്, പിന്നെ റെഡ്, ഇത് ഒരു റെഡിഷ് വയലറ്റ്, ഇത് വയലറ്റ്, അങ്ങനെ നമുക്ക് കിട്ടിയില്ലേ. ഇതിപ്പോൾ ബ്ലൂയിഷ് വയലറ്റാണ്, ബ്ലൂ ആണ്, ഗ്രീനിഷ് ബ്ലൂ, ഗ്രീന്, യെല്ലോയിഷ് ഗ്രീന്, യെല്ലോ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു കളർ വീല് നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കളർ വീലിനെ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇപ്പം നമ്മുടെ കളർ വീൽ കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
ബ്ലൂ ആണെങ്കിലും കുറച്ചും കൂടെ ഡാർക്ക് ആയപ്പോഴല്ലേ രസമായത്. മറ്റേതെന്താ വെച്ചാൽ അടിയിലുള്ള പേപ്പറിൻ്റെ കളറ് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഒരു കോട്ടും കൂടെ അടിച്ചു കൊടുത്താൽ ആ ഒരു പ്രശ്നം തീരും. അപ്പോൾ ഇതാണ് നമ്മുടെ കളർ വീൽ. ഓക്കെ, സോ ദിസ് ഈസ് എ കളർ വീൽ ആൻഡ് ഐ ഹോപ്പ് യു ആൾ എൻജോയ്ഡ് ഇറ്റ്. ഏകദേശം ഒരു പെർഫെക്റ്റ് കളർ വീൽ എന്ന് പറയണത് ഞാൻ പറയണില്ല, പെർഫെക്റ്റ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ പറയുക. ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി സ്ട്രോക്സ് വരാതെ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ കുറച്ച് ഒരു ഇതാവുമല്ലോ, എന്താ പറയുക, ഒരു ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ദിസ് ഈസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആർട്ട് താല്പര്യമുള്ള, വാട്ടർ കളർ പെയിൻറ്റിങ് പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക. ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്ന് താല്പര്യമുണ്ട്, എവിടെ തുടങ്ങണം എന്നറിയില്ല, അങ്ങനെ ആണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബിഗിനിങ് ആയിരിക്കും നിങ്ങൾക്ക്. സോ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.